കഴിഞ്ഞ ദിവസം നമ്മൾ ശശി തരൂറിന് സവർക്കർ അവാർഡ് BJP കേന്ദ്രം കൊടുക്കുന്നു എന്ന് ആ വാർത്ത കണ്ടിട്ട് ശശി തരൂർ അത് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ പലർക്കും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് വാർത്ത വരുന്നത് അത് കഴിഞ്ഞ ദിവസം അത് അവാർഡ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ശശി തരൂരിനോട് ഈ ഒരു അഭിപ്രായമൊന്നും ചോദിക്കാതെയായിരുന്നു, അതായത് അവാർഡ് വാങ്ങാൻ അദ്ദേഹം എത്തുമോ എന്ന് പോലും ആരായാതെയായിരുന്നു ഈ ഒരു പ്രഖ്യാപനമെന്നും അദ്ദേഹത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നും ശശി തരൂർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിലൂടെ BJP എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം പൊതുവെ ഇപ്പോൾ ശശി തരൂർ BJP അനുകൂലമായും അല്ലെങ്കിൽ പിണറായി സർക്കാരിന് അനുകൂലമായും പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വ്യാപകമായി തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും കുറച്ച് എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് ഇങ്ങനൊരു അവാർഡ് BJP പ്രഖ്യാപിക്കുമ്പോൾ, അപ്പൊ BJPക്ക് ശശി തരൂരിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാള് കോൺഗ്രസിലുണ്ട് എന്നുള്ളത്. മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അയച്ച ടീമിൽ പോലും ശശി തരൂരിനെ കേന്ദ്രം ഉൾപ്പെടുത്തുകയായിരുന്നു. അപ്പൊ അത് ശശി തരൂരിന്റെ കഴിവിനുള്ള ഒരു അംഗീകാരമായിട്ട് നമുക്ക് അതിനെയൊക്കെ കാണാം. പക്ഷെ ഇപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയത്, അദ്ദേഹം വരുമോ എന്ന് പോലും അറിയാതെ, അത് തീർച്ചയായും കോൺഗ്രസിനുള്ളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുക എന്ന ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കുക, ശശി തരൂരിനെ ഒറ്റപ്പെടുത്തുക എന്നതുകൂടെ ഉണ്ട് അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നൊരു സംസാരം ശശി തരൂരിന് BJPയിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നും കോൺഗ്രസ് ആയിട്ട് തന്നെ പുറത്താക്കാൻ വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഏതൊരു നിമിഷം അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു എന്ന് അദ്ദേഹം പറയുന്നത് വരെയും നമുക്കും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന് തന്നെ കാണേണ്ടി വരുമെന്നാണ് ഇപ്പോ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ലേ. ചേച്ചി, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെയാണ്, ഒരു സംശയമായിരുന്നു തരൂര് ഈ അവാർഡ് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളത്. കാര്യം തരൂരിന്റെ കാര്യമായതുകൊണ്ട് എന്ത് നിലപാടെടുക്കും, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്ത് നിലപാടെടുക്കുമെന്ന് ഒരു വ്യക്തതയും ഇല്ലാതെ ഇരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തരൂർ ഇന്ന് തനിക്ക് അവാർഡ് വേണ്ട അല്ലെങ്കിൽ അവാർഡ് നിരസിച്ചിരിക്കുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. അല്ലെങ്കിൽ വീണ്ടും കാര്യം ഞാൻ പറഞ്ഞില്ല, ഇതിനു മുന്നേ ഇതുപോലെ തരൂർ ഇപ്പൊ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് തരൂർ തിരുവനന്തപുരത്ത് സജീവമാകുന്നത്. അപ്പോൾ ഓരോ തവണയും ആരോപണത്തിനുള്ള അവസരം കൊടുക്കുന്നത് തരൂരാണ്. ഈ ഒരു വിഷയത്തിൽ തരൂരിന്റെ ഭാഗത്ത് തെറ്റില്ല. കാര്യം തരൂർ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇതിന് മുന്നേക്കുള്ള വിഷയങ്ങളിൽ തരൂർ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും തരൂരിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അത് പിന്നീട് ഒരു ആരോപണമാകും. അപ്പോൾ എല്ലാവരും BJPയിലേക്ക് ഇനി തരൂര് പോകുമോ, തരൂരിന്റെ മനസ്സ് കോൺഗ്രസ് നിന്ന് മാറിയോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടെത്തിക്കുകയും അത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കോൺഗ്രസിന്റെ പരിപാടികളിൽ സജീവമാവുകയും ചെയ്യുന്നുണ്ട് തരൂര്. ഇതുകൊണ്ട് തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ തരൂര് BJPയിലേക്ക് ചേക്കേറുന്നു എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് ആരാണ്? BJPക്കാരാണ് ഏറ്റവും കൂടുതൽ. മാധ്യമങ്ങളാണ്, പല മാധ്യമങ്ങളും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ആൾക്കാർ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ BJP ഹാൻഡിലുകളിൽ ചില ശശി തരൂരുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകളുടെ താഴെയൊക്കെ പലരും വന്ന് കമന്റ് ചെയ്യുന്ന കാണാറുണ്ട്. കോൺഗ്രസിന് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അവരാരും അംഗീകരിക്കില്ല. അത് കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തി കൊണ്ടുവരാറുണ്ട്. പിന്നെ അതുപോലെ മറിച്ച് വേറൊരു അഭിപ്രായവും ആൾക്കാർ പങ്കുവെക്കുന്നത്, ഈ ശശി തരൂരിനെ അവർ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസമുള്ള ഒരാളെങ്കിലും തങ്ങളുടെ കൂടെ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടും പല ആൾക്കാരും അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയണമെങ്കിൽ അത് ശശി തരൂർ തന്നെ അത് മനസ്സു തുറന്ന് പറഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പിന്നൊരു കാര്യം, ഇപ്പൊ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു എന്ന് മുൻപ് തന്നെ പലരുടെ ഈ കോൺഗ്രസ് നേതാക്കളായ പലരുടെ പേരും ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കുമായിരുന്നു. എന്തിനേറെ പറയുന്നു, രമേശ് ചെന്നിത്തല, K സുധാകരൻ ഇവരെല്ലാം തന്നെ BJPക്കാരാവാൻ പോവുകയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. രമേശ് ചെന്നിത്തലയേക്കാൾ ഈ വിഷയത്തിൽ K സുധാകരൻ പണ്ടെങ്ങാണ്ട് ശാഖയ്ക്ക് എന്തോ ഉപകാരം ചെയ്തു കൊടുത്തു എന്ന ഒരു പേരും പറഞ്ഞ് അദ്ദേഹത്തെ എപ്പോഴും ഇപ്പൊ പോവും എന്ന് പറഞ്ഞിട്ട് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്തും ഇതേ സംസാരം ഉണ്ടായിരുന്നു. സുധാകരൻ ഇനി BJPയിലേക്ക് പോകുമോ? സുധാകരനോട് തന്നെ പല മാധ്യമങ്ങളും ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ചോദിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അപ്പൊ ഈ മാധ്യമങ്ങൾ
ആണ് ഇതുപോലെയുള്ള ചർച്ചകൾക്ക് എപ്പോഴും തിരികൊളുത്തു വെക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ പോലും ഇവർ കരുതിയിട്ടില്ലെങ്കിലും എന്നാ പിന്നെ ഒന്ന് പോയാലോ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവരിങ്ങനെയൊക്കെ ചർച്ചകൾ തുടങ്ങി വെക്കുന്നത്. അപ്പൊ എന്തായാലും ഈ മാധ്യമങ്ങൾ കൂടെ ചേർന്നിട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പല നേതാക്കളെയും ഇങ്ങനെ BJP-യിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിൽ നിന്ന് ഏതിലേക്ക് പോകുന്നതായാലും ആ പോകുന്നതിന്റെ തലേ ദിവസം വരെയും ഇല്ല പോയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവർ ഒരു നേരം പുലരുമ്പോൾ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയ കഥകളെല്ലാം നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇപ്പൊ കോൺഗ്രസിൽ നിൽക്കുന്നവരായാലും ശരി, പി സരിനെ പോലെയുള്ളവർ കോൺഗ്രസിന് വേണ്ടി ഘോരഘോരം എഴുതി ഫേസ്ബുക്കിലും മറ്റും എഴുതി മറ്റു പ്രവർത്തനങ്ങൾ മാറ്റി നിർത്താം, അത് സംഘടനാ പ്രവർത്തനങ്ങൾ, പക്ഷെ ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് കോൺഗ്രസിന് വേണ്ടി എഴുതിയവരൊക്കെയാണ് ഒരു ദിവസം എന്ത് കാരണത്തിന്റെ പേരിലായാലും ഇട്ടെറിഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ പലരും സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അതപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് ആദ്യമായിട്ടല്ല, ഒരുപാട് തവണ ആൾക്കാര് രാഷ്ട്രീയം മാറി ചേക്കേറാറുണ്ട്. അപ്പോ ഞാൻ ആലോചിക്കുന്നത് തലേ ദിവസം വരെ ഒരു പാർട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഈ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നവരെ പ്രകീർത്തിക്കുകയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചേച്ചി. ഇപ്പം കോൺഗ്രസ് ആയാലും BJP ആയാലും ഇടതുപക്ഷമായാലും ആശയങ്ങളാണല്ലോ, ഒരാശയത്തിലാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഒരാള് BJP നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ സന്ദീപ് വാര്യർ BJP-യിൽ നിന്നത് ആ ആശയത്തിൽ ഉറച്ചിരുന്നപ്പാണ്, അല്ലെങ്കിൽ ആ ആശയത്തിൽ തനിക്ക് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പറയുന്നതും എന്താണ്, ആ ആശയം ശരിയല്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ മാറുന്നത്. അല്ലെങ്കിൽ സരിനെ പോലെ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. സരിന്റെ വിഷയത്തിൽ നമുക്കറിയാം ആശയത്തിൽ നിന്ന് മാറി പോയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ അതിന്റെ പ്രതിഷേധമായിട്ട് പാർട്ടി മാറിപ്പോ, അതായത് അത് എങ്ങനെ തലേ ദിവസം വരെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഈ ഫേസ്ബുക്കിലൊക്കെ നേരത്തെ എഴുതിയ പോസ്റ്റുകളെല്ലാം അവിടെ കിടക്കുകയല്ലേ. ഈ പല സ്ഥലത്തും ഇവർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, ചാനൽ ചർച്ചകളിലായാലും ശരി എവിടെയായാലും ഇവരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇവർക്കെതിരെ, എതിരാളികൾക്കെതിരെ. എന്നിട്ട് ഒരു ദിവസം നേരെ ആ പാളയത്തിൽ ചെന്നിട്ട് സന്ദീപ് വാര്യന്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് ട്രോളുകൾ അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട്. കാരണം കഴിഞ്ഞ BJP പ്രവർത്തകനായിരുന്ന സമയത്ത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും എല്ലാം അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും അത് കഴിഞ്ഞിപ്പോ കോൺഗ്രസിൽ വന്നിട്ട് തിരിച്ച് മോദിയെ, അപ്പുറത്തായിരുന്നപ്പോ മോദിയെ അമിത്ഷായും വാഴ്ത്തിപ്പാടുകയും ഇപ്പുറം വന്നിട്ട് സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിനെ പോഴ്ത്തി പറയുകയും മോദിയെയും അമിത്ഷായെയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം. അതിനകത്ത് വേറൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോ സന്ദീപ് വാര്യർ വരുന്നതെന്ന് പറയുന്നത്, സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നതല്ല BJP-യിൽ നിന്ന്, ഞാൻ മാക്സിമം അവിടെ നോക്കി, പക്ഷെ എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ ആവശ്യവുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ല, എനിക്ക് സ്ഥാനമാനങ്ങളോടുള്ള മോഹമായിരുന്നെങ്കിൽ ഞാൻ പോകേണ്ടത് LDF-ലേക്ക്, സന്ദീപ് വാര്യർ പറഞ്ഞത് LDF-ലേക്കായിരുന്നു. കാരണം കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്നത് അവരാണ്. കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമുള്ള പാർട്ടിയിൽ നിന്ന് ഞാൻ ഒന്നുമല്ലാത്ത കോൺഗ്രസിലേക്ക് പോകുന്നത് എനിക്ക് ആ പാർട്ടിയോടുള്ള ഒരു താല്പര്യം, ആശയത്തോടുള്ള സ്നേഹമാണ്. ഇപ്പൊ മറിച്ച് തരൂര് പോവുകയാണെന്ന് ഇരിക്കട്ടെ, തരൂര് പോകുമെന്നല്ല, പോവുകയാണെങ്കിൽ പോലും തരൂരിനും പറയാം ഞാൻ കോൺഗ്രസിന്റെ MP ആയിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, എനിക്ക് ആശയത്തിൽ പറ്റിയതാ, ഞാനത് പല ആവർത്തി പ്രകടിപ്പിച്ചു. ഇപ്പൊ തരൂര് നാളെ പാർട്ടി മാറിയാലും തരൂരിനത് പറയാം. കാര്യം തരൂര് പല തവണയായി തന്റെ ഉള്ളിലുള്ള ആശയങ്ങൾ പറയുന്നുണ്ട് പൊതുജനത്തിന് മുന്നിൽ. അപ്പൊ അത് തരൂരിന്റെ ആശയങ്ങൾ BJP-യുടെ ആശയങ്ങളുമായി ചേർന്ന് പോകുന്നു എന്ന് കരുതാം നമുക്ക്. അപ്പൊ അത് വേണമെങ്കിൽ തരൂരിന് പറയാലോ, ഞാൻ എന്താണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാറുന്നതല്ല, ഞാനിത് പല ആവർത്തിയായി വിമർശിക്കുന്നുണ്ട്, പല സാഹചര്യങ്ങളിൽ ഇത് പറയുന്നുണ്ടെന്ന് തരൂരിന് പറയാലോ. അതുകൊണ്ട് തരൂര് BJP-യിലേക്ക് പോകുമ്പോ അതൊരിക്കലും സ്ഥാനമാനങ്ങളുടെ പേരിൽ പോയി ഇപ്പൊ സരിനെ പോലെ നമുക്ക് പറയാനാകില്ല. അത് സരിൻ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുമ്പോൾ പോകുന്നതും തരൂര് പോകുന്നതും നിലവിൽ ഇപ്പൊ തരൂര് തിരുവനന്തപുരത്ത് നിന്ന് തോറ്റു, രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു, എന്നിട്ട് തരൂര് പോയാൽ നമുക്ക് പറയാം എന്താണ് MP സ്ഥാനം പോയി, തോറ്റതിൽ മനനൊന്ത് പോയി എന്ന് പറയും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നിലവിൽ MP ആണ്, പോയി MP ആണെന്ന് മാത്രമല്ല ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയക്കാരന്റെ ഒരു കുപ്പായം ശശി തരൂരിനെ അണിയിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞ് മെമ്പർ ഓഫ് പാർലമെന്റ് ആകുമ്പോൾ ആകാനുള്ള അവസരം പോലും ശശി തരൂരിന് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്നതിലുപരി, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐഡന്റിറ്റി എന്നതിലുപരി ഒരു കോൺഗ്രസ്സുകാരൻ എന്ന ലേബലിലാണ് അദ്ദേഹം MP ആയി മാറിയത്. അത് മാത്രമല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന്റെ MP ആണല്ലോ ശശി തരൂർ. ശശി തരൂർ എന്ന വ്യക്തിക്ക് കുറെ വോട്ടുകളുണ്ട്. ശശി തരൂർ എന്ന വിശ്വ പൗരൻ, വ്യക്തിപ്രഭാവത്തിന് തീർച്ചയായും തിരുവനന്തപുരത്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം ഒരു മേഖല, നമുക്കറിയാവുന്ന പോലെ ഒരു മേഖല മുഴുവൻ
തരൂർ എന്ന വ്യക്തിക്കപ്പുറം തരൂർ എന്ന കോൺഗ്രസ്സുകാരനെയാണ് അവിടെ അംഗീകരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ ഇലക്ഷൻ സമയത്ത് തീരദേശ അവിടെ കോവളം ആ ഒരു ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അതായത് മത്സ്യബന്ധനം തൊഴിലാക്കി അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ്, അവർക്ക് വേറൊന്നും രാഷ്ട്രീയങ്ങൾ അറിയില്ല. അവർ പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് കോൺഗ്രസ് അല്ലേ, അപ്പൊ നമ്മൾ കോൺഗ്രസിനല്ലേ വോട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു പോയിന്റാണ് അവരുടെ ഉള്ളിലുള്ളത്. അല്ലെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ലീഡിൽ നിൽക്കുകയും BJP ക്യാമ്പുകൾ ഒരു പരിധിവരെ കേരളത്തിൽ 2 താമര വിരിഞ്ഞു എന്ന കാര്യം, തൃശ്ശൂർ അതേപോലെ ലീഡ് നിൽക്കുന്നു. മറുവശത്ത് രാജീവ് ചന്ദ്രശേഖർ അതേ ലീഡുമായി തുടരുന്ന സമയത്താണ് തീരദേശ മേഖല എണ്ണുമ്പോഴാണ് ശശി തരൂരിന്റെ ലീഡ് കൂടുകയും ശശി തരൂർ ജയിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാം. തരൂർ എന്ന വ്യക്തിക്ക് വോട്ട് കിട്ടും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തരൂർ എന്ന വ്യക്തിക്കപ്പുറം തരൂർ എന്ന കോൺഗ്രസ്സുകാരനെയാണ് തിരുവനന്തപുരത്തുകാർ സ്നേഹിക്കുന്നത്. വളരെ പെട്ടെന്ന് തരൂരി പറഞ്ഞ പോലെ പാർട്ടി മാറുന്നു. അടുത്ത ഒരു തെരഞ്ഞെടുപ്പ്, ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തരൂര് BJP സ്ഥാനാർത്ഥി ആയാൽ ചിലപ്പോൾ തരൂര് ജയിക്കാം, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പൊ തരൂരിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥലത്ത് തരൂരിന് ഈ ശതമാനം, ഇപ്പൊ 100-ൽ 90 വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും വോട്ട് തരൂരിന് കിട്ടില്ല. കാര്യം അവിടെ തരൂർ എന്ന വ്യക്തിക്കപ്പുറം തരൂർ എന്ന കോൺഗ്രസ്സുകാരനാണ് അവർ അംഗീകരിക്കുന്നത്. അതായത് തിരുവനന്തപുരം എപ്പോഴും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മണ്ഡലം ആയതുകൊണ്ട് തന്നെ തരൂരിന് കോൺഗ്രസിന്റെ ലേബലിൽ മത്സരിച്ച് ജയിച്ചതുപോലെ എളുപ്പമാവില്ല മറ്റൊരു പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ചാൽ ജയമെന്നത്. ഇത്രയല്ലേ ഉള്ളൂ.